സൗദി ബസ് അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൺട്രോൾ റൂം തുറന്നു. 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും. ഉംറ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 43 ഹൈദരാബാദ് സ്വദേശികളിൽ 42 പേരും മരിച്ചു. ഷിൻ സെബാസ്റ്റ്യൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷിൻസെ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മരണത്തിന് 45 ഉയർന്നിട്ടുണ്ട്. ഡ്രൈവർ അടക്കം 46 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കി 45 പേര് മരിച്ചതായി തെലങ്കാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. തെലങ്കാനയിലെ ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ദുരന്തത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും. മക്കയിൽ ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി മദീനയിലേക്ക് മടങ്ങിയാണ് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മദീനയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ മുഫിൽ എന്ന സ്ഥലത്ത് വെച്ച് ഞായറാഴ്ച രാത്രി 11 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 1:30 ബസ് എണ്ണ ടാങ്കറുമായി കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന 46 പേരിൽ 45 പേർ മരിച്ചിരുന്നു. ഹൈദരാബാദ് സ്വദേശിയായ 24-കാരനായ മുഹമ്മദ് അബ്ദുൾ ഷുഹൈബ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം ഇപ്പോൾ സൗദി ജർമ്മൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നവംബർ 9 ഹൈദരാബാദിൽ നിന്ന് യാത്ര തിരിച്ച 54 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഈ 54 അംഗ സംഘത്തിലെ 46 പേർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ മരിച്ചവരിൽ കുറഞ്ഞത് 16 പേരെങ്കിലും ഹൈദരാബാദിലെ മല്ലേപ്പള്ളിയിലെ ബസാർഗഡ് പ്രദേശത്തുള്ളവരാണെന്ന് തെലങ്കാന മന്ത്രി ഡി ശ്രീധർ ബാബു അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാരുണമായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും സൗദി അധികൃതരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. സാധ്യമായ എല്ലാ സഹായങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇവർക്ക് നൽകി വരുന്നുണ്ട്. ഇവർക്കായിട്ട് അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് അറിയാനും കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കൾക്ക് അറിയാനായി ടോൾ ഫ്രീ നമ്പർ ഇന്ത്യൻ കോൺസുലേറ്റും ഇന്ത്യൻ എംബസിയും ഉറപ്പാക്കിയിട്ടുണ്ട്. അതിലൂടെ ആൾക്കാർക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും. അങ്ങനെ സാധ്യമായ എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ നൽകി വരുന്നുണ്ട്. ദേവിക.